ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയെന്ന് പറയത്തില്ലേ, അതേ അവസ്ഥ തന്നെയാണ് സായിയുടെ കയ്യിൽ ആ ഡയമണ്ട് കിട്ടിയപ്പോൾ. ആ ഡയമണ്ട് കൊടുക്കാൻ പോകുന്നത് ശ്രീരേഖയ്ക്ക്. എന്ത് വിഡ്ഢിത്തരമാണ് കാണിക്കുന്നത്. ഇവിടുന്ന് കാറിലിരുന്ന് റിവ്യൂ ഒക്കെ ചെയ്തിട്ട് പോയ ആളാണ്. ശ്രീരേഖയുടെ ഗെയിം കൊള്ളില്ല, ശ്രീരേഖ സേഫ് ഗെയിമിംഗ് ആണ്, ആനയാണ്, ചേങ്ങയാണ്, മാങ്ങയാണ് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ചെന്നിട്ട് ഇപ്പം സേഫ് ഗെയിം കളിക്കുന്ന ആളുകളൊക്കെ അവിടെ നിർത്തിയിട്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്നതിന് പുറത്തേക്ക് വിടണം. സാധാരണ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ, നന്നായിട്ട് ഗെയിം കളിക്കുന്നവർ അവിടെ നിൽക്കട്ടെ, അല്ലാത്തവർ പുറത്തേക്ക് പോട്ടെ എന്നാ ചിന്തിക്കേണ്ടത്. ഇത് നേരെ തിരിച്ചാണ്. എന്ന് വെച്ചാൽ ഈ സേഫ് ഗെയിം കളിക്കുന്നവരെ അവിടെ നിർത്തിയിട്ട് ലാസ്റ്റ് ഇവരൊക്കെ പുറത്താക്കിയിട്ട് ഇവർക്കൊക്കെ കപ്പടിക്കാം എന്നുള്ള ചിന്തയായിരിക്കും. എന്തായാലും ആന മണ്ടത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നു ടോപ്പ് 5 വരാണല്ലോ, വെറുതെ നിന്നുകൊണ്ട് ടോപ്പ് 5 വരണമല്ലോ. അല്ലാതെ ഒരു ചുക്കോടെ ചെയ്യുന്നില്ല സായി. അപ്പോൾ സായിയൊക്കെ ഇന്നലെയൊക്കെ ഔട്ടായി പോകേണ്ട ആൾക്കാരാണ്. പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുറത്തായ ആളുകൾ, ഇപ്പോൾ ഗബ്രി ആണെങ്കിലും ജാൻമിനി ആണെങ്കിലും രതീഷൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കൊടുക്കുന്നവരായിരുന്നു. ഗബ്രൊക്കെ അടിപൊളി കണ്ടന്റ് കൊടുക്കുന്നത്, നെഗറ്റീവ് ആണെങ്കിലും കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ അവരൊക്കെ പുറത്തേക്ക് പോയിട്ട് ഇവിടെ വെറുതെ നിൽക്കുന്ന കുറേ വാഴകളാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല കാണാനായിട്ട്. ഇതുപോലത്തെ കുറേ മണ്ടത്തരങ്ങൾ മാത്രമല്ലാതെ ഒന്നുമില്ല കാണാനായിട്ട്. എന്തായാലും ഈ വീക്ക് ശ്രീരേഖ പുറത്തു പോകുമെന്ന കാര്യം ഉറപ്പാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. കുറഞ്ഞത് 2 പേരെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇപ്പം തന്നെ വീട്ടിനകത്ത് അത്യാവശ്യം നേരെ ആൾക്കാരുണ്ട്. അവരിൽ ഭൂരിഭാഗം പേരും ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു 1-2 പേരല്ലേ ഉള്ളൂ ഗെയിം കളിക്കുന്നത്. പിന്നെ കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ വാ തുറക്കുന്നുണ്ട്. എന്നൊഴിച്ചാൽ ബാക്കിയുള്ള ആരും ഗെയിം കളിക്കുന്നില്ല. 10 പേരെങ്കിലും പിടിച്ച് പുറത്താക്കണം. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കണ്ടു തന്നെ അറിയാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.